ഇന്ത്യൻ ക്രിക്കറ്റിൽ സഞ്ജു സാംസൺ എന്ന പേരൊരു വികാരമാണ്. പ്രതിഭയുടെ മിന്നലാട്ടങ്ങളും നിർഭാഗ്യത്തിന്റെ നിഴൽപ്പാടുകളും ഒരുപോലെ സമ്മേളിക്കുന്ന ഒരു കരിയർ. കേരളത്തിൽ നിന്ന് ഉയർന്നു വന്ന് ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ നായക പദവി വരെ എത്തിയപ്പോഴും ഇന്ത്യൻ ദേശീയ ടീമിലെ സ്ഥിര സാന്നിധ്യമാവുക എന്ന സ്വപ്നം സഞ്ജുവിന് മുന്നിൽ പലപ്പോഴും അകന്നു നിന്നു. 2025 UAEയിൽ അരങ്ങേറുന്ന ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീം തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ സഞ്ജു സാംസന്റെ സാധ്യതകൾ മുൻപെങ്ങുമില്ലാത്ത വിധം സജീവമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. മാറുന്ന ഇന്ത്യൻ ടീമിന്റെ ഘടന, പുതിയ ക്യാപ്റ്റന്റെയും പരിശീലകന്റെയും തന്ത്രങ്ങൾ, ടൂർണമെന്റിന്റെ സാഹചര്യം, ഒപ്പം സഞ്ജുവിന്റെ സമീപകാല പ്രകടനങ്ങൾ എന്നിവയെല്ലാം ഈ ചർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നു. 2026 2020 ലോകകപ്പിന് മുന്നോടിയായുള്ള ഒരു സുപ്രധാന ടൂർണമെന്റ് എന്ന നിലയിൽ ഏഷ്യ കപ്പിന്റെ ടീം തിരഞ്ഞെടുപ്പ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിയെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകൾ നൽകും. ഈ സാഹചര്യത്തിൽ സഞ്ജു സാംസന്റെ ഏഷ്യ കപ്പ് സ്വപ്നങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, അദ്ദേഹത്തിന്റെ കരുത്ത്, ദൗർബല്യങ്ങൾ, കടുത്ത മത്സരം, അനുകൂല സാഹചര്യങ്ങൾ എന്നിവ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. സഞ്ജുവിന്റെ കരിയറിനെ വിലയിരുത്തുമ്പോൾ രണ്ട് ഘടകങ്ങൾ എപ്പോഴും മുന്നിട്ട് നിൽക്കും. ഒന്ന്, അദ്ദേഹത്തിന്റെ അസാമാന്യ പ്രതിഭ. രണ്ട്, ആ പ്രതിഭയ്ക്കനുസരിച്ചുള്ള സ്ഥിരത പുലർത്താൻ കഴിയാതെ പോകുന്നു എന്ന വിമർശനം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും മനോഹരമായ ബാറ്റിംഗ് ശൈലികളൊന്നിന്റെ ഉടമയാണ് സഞ്ജു. പിച്ചിൽ നിന്ന് പന്ത് അനായാസം ബൗണ്ടറി കടത്താനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഇതിഹാസ താരങ്ങളുടെ പ്രശംസ പിടിച്ചു പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പേസ് ബൗളർമാർക്കെതിരെ ഫ്രണ്ട് ഫുട്ടിലും ബാക്ക് ഫുട്ടിലും ഒരേപോലെ ഷോട്ട് കളിക്കാനുള്ള കഴിവ് അദ്ദേഹത്തെ അപകടകാരിയാക്കുന്നു. സമീപകാല ക്രിക്കറ്റിലെ പല ഇന്ത്യൻ ബാറ്റർമാരും സ്പിന്നിനെതിരെ ബുദ്ധിമുട്ടുമ്പോൾ സഞ്ജു ഒരു അപവാദമാണ്. ക്രീസിൽ നിന്ന് അനായാസം പുറത്തിറങ്ങി സ്പിന്നർമാരെ ലോങ് ഓണിനും മിഡ് വിക്കറ്റിന് മുകളിലൂടെ സിക്സറുകൾ പറത്താനുള്ള കഴിവ് മധ്യ ഓവറുകളിൽ റൺ റേറ്റ് ഉയർത്താൻ ടീമിന് മുതൽക്കൂട്ടാണ്. UAEയിലെ വേഗത കുറഞ്ഞ പിച്ചുകളിൽ ഈ കഴിവ് നിർണായകമാകും. ആദ്യ പന്ത് മുതൽ ആക്രമിച്ചു കളിക്കാനുള്ള മനോഭാവം സഞ്ജുവിനെ ഒരു യഥാർത്ഥ എക്സ്ഫാക്ടർ കളിക്കാരനാക്കുന്നു. മത്സരത്തിന്റെ ഗതിയെ അതിവേഗം മാറ്റിമറിക്കാൻ ശേഷിയുള്ള ചുരുക്കം ചില കളിക്കാരിൽ ഒരാളാണ് അദ്ദേഹം. ഒരു മികച്ച തുടക്കം ലഭിച്ചാൽ ഏത് ബൗളിംഗ് നിരയെയും തകർത്തു കളയാൻ സഞ്ജുവിന് സാധിക്കും. ഒരു മികച്ച വിക്കറ്റ് കീപ്പർ കൂടിയാണ് സഞ്ജു എന്നത് ടീമിന് അധിക സന്തുലനം നൽകുന്നു. വിക്കറ്റിന് പിന്നിലെ ചടുലതയും മികച്ച ക്യാച്ചുകളും ടീമിന് നൽകുന്ന അധിക ഊർജ്ജം ചെറുതല്ല. ഇത് ടീമിൽ ഒരു അധിക ബാറ്റ്സ്മാനെ ഉൾപ്പെടുത്താൻ മാനേജ്മെന്റിന് അവസരം നൽകുന്നു. സഞ്ജുവിന്റെ കരിയറിലെ ഏറ്റവും വലിയ വെല്ലുവിളി സ്ഥിരതയില്ലായ്മയാണ്. ഒരു തകർപ്പൻ സെഞ്ചുറിക്കോ അർദ്ധ സെഞ്ചുറിക്കോ ശേഷം വരുന്ന തുടർച്ചയായ മത്സരങ്ങളിൽ കുറഞ്ഞ സ്കോറുകൾക്ക് പുറത്താകുന്നത് അദ്ദേഹത്തിന്റെ പതിവാണ്. 21 ഇന്നിംഗ്സുകളിൽ 5 തവണ 0-ന് പുറത്തായി എന്ന കണക്കുകൾ വിമർശകർ ഉയർത്തിക്കാട്ടുന്നു. ഇംഗ്ലണ്ടിനെതിരായ സമീപകാല T20 പരമ്പരയിലെ സ്കോറുകൾ ഈ പ്രവണതയുടെ സമീപകാല ഉദാഹരണങ്ങളാണ്. അനാവശ്യ ഷോട്ടുകൾ കളിച്ച് വിക്കറ്റ് വലിച്ചെറിയുന്നു എന്ന വിമർശനവും ശക്തമാണ്. നിർണായക ഘട്ടങ്ങളിൽ ടീമിന് വേണ്ടി ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കുന്നതിൽ അദ്ദേഹം പലപ്പോഴും പരാജയപ്പെടുന്നു. ഈ സ്ഥിരതയില്ലായ്മയാണ് ദേശീയ ടീമിൽ സ്ഥാനമുറപ്പിക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തെ പലപ്പോഴും പിന്നോട്ട് വലിച്ചത്. വിമർശനങ്ങൾക്കിടയിലും സമീപകാലത്ത് ഇന്ത്യൻ T20 ടീമിൽ സഞ്ജുവിന് വ്യക്തമായ ഒരു റോൾ നൽകാൻ ടീം മാനേജ്മെന്റ് ശ്രമിക്കുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. ഗൗതം ഗംഭീർ പരിശീലകനും സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനുമായതിനു ശേഷം ഇന്ത്യൻ T20 ടീമിന്റെ ഓപ്പണർ റോളിലേക്ക് സഞ്ജുവിനെ പരിഗണിക്കാൻ തുടങ്ങി. ഈ റോളിൽ ബംഗ്ലാദേശിനും ദക്ഷിണാഫ്രിക്കയ്ക്കുമെതിരെ സെഞ്ചുറികൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ഒരു പ്രത്യേക സ്ഥാനത്ത് ടീം അദ്ദേഹത്തിൽ അർപ്പിക്കുന്ന വിശ്വാസം വ്യക്തമാക്കുകയും ചെയ്യുന്നു. 2024 നേടിയ 3 അന്താരാഷ്ട്ര T20 സെഞ്ചുറികൾ അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു നാഴികക്കല്ലാണ്. രാജസ്ഥാൻ റോയൽസിന്റെ നായകൻ എന്ന നിലയിലും ബാറ്റ്സ്മാൻ എന്ന നിലയിലും IPLൽ സഞ്ജു മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. 2024 സീസണിൽ 11 മത്സരങ്ങളിൽ നിന്ന് 471 റൺസ് നേടിയത് അദ്ദേഹത്തിന്റെ സ്ഥിരത മെച്ചപ്പെട്ടു വരുന്നതിന്റെ സൂചന നൽകി. 2025 IPLലെ പ്രകടനം ഏഷ്യ കപ്പ് ടീം തെരഞ്ഞെടുപ്പിൽ നിർണായകമാകും. 2025 അന്താരാഷ്ട്ര T20 മത്സരങ്ങളിൽ നിന്ന് 35 ശരാശരിയിലും 140 സ്ട്രൈക്ക് റേറ്റിലും 285 റൺസ് സഞ്ജു നേടിയിട്ടുണ്ട്. ഈ കണക്കുകൾ ഒറ്റ നോട്ടത്തിൽ മികച്ചതായി തോന്നാമെങ്കിലും ഉയർന്ന നിലവാരത്തിലുള്ള ടൂർണമെന്റുകളിൽ ഈ പ്രകടനം ആവർത്തിക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. ടൂർണമെന്റ് 2020 ഫോർമാറ്റിലാണ് നടക്കുന്നത് എന്നത് സഞ്ജുവിന് അനുകൂലമായ ഘടകമാണ്. അദ്ദേഹത്തിന്റെ സ്വാഭാവികമായ ശൈലി ഈ ഫോർമാറ്റിന് ഏറ്റവും അനുയോജ്യമാണ്. ദുബായ്, അബുദാബി എന്നിവിടങ്ങളിലെ പിച്ചുകൾ പലപ്പോഴും ബാറ്റർമാരെ പിന്തുണയ്ക്കുന്നവയാണ്. സ്പിന്നിനെതിരെ സഞ്ജുവിനുള്ള കഴിവ് ഇവിടെ അദ്ദേഹത്തിന് മുതൽക്കൂട്ടാകും. സെലക്ടർമാർ ഏഷ്യ കപ്പിനെ കാണുന്നത് 2026 നടക്കുന്ന T20 ലോകകപ്പിനുള്ള ടീമിനെ കണ്ടെത്താനുള്ള ഒരു വേദിയായിട്ടാണ്. ഭാവിയിലേക്കുള്ള ഒരു ടീമിനെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ യുവ കളിക്കാർക്കും പുതിയ കോമ്പിനേഷനുകൾക്കും സെലക്ടർമാർ അവസരം നൽകാൻ സാധ്യതയുണ്ട്. ഈ കാഴ്ചപ്പാടിൽ സഞ്ജുവിനെ പോലൊരു എക്സ്ഫാക്ടർ കളിക്കാരനെ ടീമിന്റെ ദീർഘകാല പദ്ധതികളുടെ ഭാഗമാക്കാൻ മാനേജ്മെന്റ് തീരുമാനിച്ചേക്കാം. സൂര്യകുമാർ യാദവ് നായകനായിരിക്കുമ്പോൾ സഞ്ജു ടീമിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. സൂര്യകുമാർ തന്നെ ഏഷ്യ കപ്പിലും ഇന്ത്യയെ നയിക്കുമെന്ന റിപ്പോർട്ടുകൾ സഞ്ജുവിന്റെ സാധ്യതകളെ വർദ്ധിപ്പിക്കുന്നു. ഇരുവരും തമ്മിലുള്ള മികച്ച ധാരണ ടീമിന് ഗുണം ചെയ്യും. ഒരു രണ്ടാം നിര ടീമിനെയാണ് ഇന്ത്യ അയക്കുന്നതെങ്കിൽ പോലും ആ ടീമിലെ പ്രധാനികളിൽ ഒരാളായി സഞ്ജു ഉണ്ടാകുമെന്ന് ഉറപ്പാണ്.
ഇന്ത്യൻ ടീമിൽ നിലവിൽ ഏറ്റവും കൂടുതൽ മത്സരം നടക്കുന്ന സ്ഥാനങ്ങളിൽ ഒന്ന് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാന്റേതാണ്. സഞ്ജുവിന് ഈ സ്ഥാനം നേടണമെങ്കിൽ നിരവധി പ്രമുഖരെ മറികടക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ടീമിലെ 1-ാം നമ്പർ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണ് ഋഷഭ് പന്ത്. ഇടംകൈയ്യം ബാറ്റർ എന്ന നിലയിലും മധ്യനിരയിൽ മത്സരം നിയന്ത്രിക്കാൻ കഴിവുള്ള താരം എന്ന നിലയിലും പന്തിന് ടീമിൽ വ്യക്തമായ സ്ഥാനമുണ്ട്. എന്നാൽ സമീപകാല റിപ്പോർട്ടുകൾ പ്രകാരം പന്തിന് ഏഷ്യ കപ്പിൽ വിശ്രമം അനുവദിച്ചേക്കുമെന്നും ടെസ്റ്റ് ടീമിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും സൂചനകളുണ്ട്. ഇത് ശരിയാണെങ്കിൽ സഞ്ജുവിന് മുന്നിലുള്ള ഏറ്റവും വലിയ കടമ്പ നീങ്ങിക്കിട്ടും. പരിചയസമ്പത്തും ക്ലാസുമാണ് രാഹുലിന്റെ മുതൽക്കൂട്ട്. വിക്കറ്റ് കീപ്പ് ചെയ്യാനും ഏത് സ്ഥാനത്തും ബാറ്റ് ചെയ്യാനും രാഹുലിന് കഴിയും. എന്നാൽ രാഹുലിനെയും T20 ടീമിലേക്ക് പരിഗണിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. ടീം മാനേജ്മെന്റ് പുതിയ താരങ്ങളെ പരീക്ഷിക്കാൻ ഒരുങ്ങുന്നതും രാഹുലിന്റെ സാധ്യതകളെ ബാധിച്ചേക്കാം. ഇഷാൻ കിഷൻ, ജിതേഷ് ശർമ്മ, ധ്രുവ് ജൂറൽ ഈ യുവതാരങ്ങളെല്ലാം തങ്ങളുടെ അവസരത്തിനായി കാത്തിരിക്കുന്നവരാണ്. സഞ്ജുവിനെ ഓപ്പണറായി പരിഗണിക്കുകയാണെങ്കിൽ അവിടെയും മത്സരം കടുത്തതാണ്. യശസ്വി ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ, അഭിഷേക് ശർമ്മ, സായി സുദർശൻ തുടങ്ങിയ ഒരു പിടി യുവതാരങ്ങൾ ഓപ്പണിംഗ് സ്ഥാനത്തിനായി രംഗത്തുണ്ട്. നിലവിൽ അഭിഷേക് ശർമ്മയാണ് സഞ്ജുവിനൊപ്പം ഓപ്പൺ ചെയ്യുന്നത്. എന്നാൽ ഗില്ലിനെയും ജയ്സ്വാളിനെയും പോലുള്ള താരങ്ങൾ മടങ്ങിയെത്തുമ്പോൾ ടീം കോമ്പിനേഷൻ എന്തായിരിക്കുമെന്ന് കണ്ടറിയണം. വെല്ലുവിളികൾ ഏറെയുണ്ടെങ്കിലും 2025 ഏഷ്യ കപ്പിൽ സഞ്ജുവിന്റെ സാധ്യതകൾ മുൻപത്തേക്കാൾ ശോഭനമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ 1-ാം നമ്പർ വിക്കറ്റ് കീപ്പറായി സെലക്ടർമാർ പരിഗണിക്കുന്നത് സഞ്ജുവിനെയാണ്. പ്രമുഖ ക്രിക്കറ്റ് ലേഖകർ ഈ വാർത്ത സ്ഥിരീകരിക്കുന്നു. ഇത് സഞ്ജുവിന്റെ കരിയറിലെ ഒരു സുപ്രധാന നിമിഷമാണ്. ഋഷഭ് പന്തിനും KL രാഹുലിനും വിശ്രമം അനുവദിക്കാൻ സാധ്യതയുണ്ടെന്ന വാർത്തകൾ സഞ്ജുവിന് കാര്യങ്ങൾ എളുപ്പമാക്കുന്നു. ഇത് അദ്ദേഹത്തിന് ടീമിലെ സ്ഥാനം ഉറപ്പിക്കാൻ ലഭിക്കുന്ന സുവർണ അവസരമാണ്. ഓപ്പണർ എന്ന പുതിയ റോളിൽ അദ്ദേഹത്തെ പരീക്ഷിക്കുന്നതും സൂര്യകുമാറിന്റെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ സ്ഥിരമായി അവസരങ്ങൾ നൽകുന്നതും ടീം മാനേജ്മെന്റിന് അദ്ദേഹത്തിലുള്ള വിശ്വാസത്തെയാണ് കാണിക്കുന്നത്. രാജസ്ഥാൻ റോയൽസിന്റെ നായകനായും കളിക്കാരനായും UAE സാഹചര്യങ്ങളിൽ കളിച്ച് സഞ്ജുവിന് മികച്ച പരിചയമുണ്ട്. ഈ പരിചയസമ്പത്ത് ഏഷ്യ കപ്പിൽ അദ്ദേഹത്തിന് മുതൽക്കൂട്ടാകും. 2025 ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസന്റെ സാധ്യതകൾ വളരെ വലുതാണ്. അദ്ദേഹത്തിന്റെ പ്രതിഭയെയും എക്സ് ഫാക്ടറിനെയും തിരിച്ചറിഞ്ഞ പുതിയ ടീം മാനേജ്മെന്റ് അദ്ദേഹത്തിന് വ്യക്തമായ ഒരു റോൾ നൽകാൻ ശ്രമിക്കുന്നു എന്നത് ശുഭസൂചകമാണ്. പ്രധാന എതിരാളികൾ മാറി നിൽക്കാൻ സാധ്യതയുള്ളതും ടൂർണമെന്റ് അദ്ദേഹത്തിന്റെ ശൈലിക്ക് ഇണങ്ങുന്ന T20 ഫോർമാറ്റിൽ UAE നടക്കുന്നതും അനുകൂല ഘടകങ്ങളാണ്. സമീപകാല റിപ്പോർട്ടുകളെല്ലാം വിരൽ ചൂണ്ടുന്നത് ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ 1-ാം നമ്പർ വിക്കറ്റ് കീപ്പറായി സഞ്ജു ഉണ്ടാകുമെന്ന് തന്നെയാണ്. എങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റിലെ കടുത്ത മത്സരം കണക്കിലെടുക്കുമ്പോൾ ഒന്നും ഉറപ്പിച്ചു പറയാനാവില്ല. അവസാന വാക്ക് പറയുന്നത് വരാനിരിക്കുന്ന മാസങ്ങളിലെ പ്രത്യേകിച്ച് IPL അദ്ദേഹത്തിന്റെ പ്രകടനം തന്നെയായിരിക്കും. കരിയറിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് സഞ്ജു കടന്നുപോകുന്നത്. സ്ഥിരത എന്ന കീറാമുട്ടിയെ മറികടന്ന് തന്റെ പ്രതിഭയോട് പൂർണ്ണമായി നീതി പുലർത്തുന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ 2025 സെപ്റ്റംബറിൽ നീലക്കുപ്പായത്തിൽ ഏഷ്യ കപ്പ് കളിക്കാൻ ഇറങ്ങുന്ന ഇന്ത്യൻ ടീമിൽ സഞ്ജുവും ഉണ്ടാകും. അദ്ദേഹത്തിന്റെ എണ്ണമറ്റ ആരാധകരും ക്രിക്കറ്റ് ലോകവും ആ നിമിഷത്തിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്.